കൊടുംതണുപ്പിൽ പുതയ്ക്കാൻ പോലും തുണിയില്ലാതെ ഗാസയിലെ ജനങ്ങൾ. ഗാസയിൽ ഒരു കുഞ്ഞുകൂടി തണുത്തു മരിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യുദ്ധത്തിന്റെ ഭീകരത തളം കെട്ടിക്കിടക്കുന്ന ഗാസയിൽ തണുത്തു മരവിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് തുടരുന്നു. 20 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുകൂടി തണുത്തു മരിച്ച വാർത്തകളാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത്. കൊടും തണുപ്പും മഴയും കൂടി വരുന്ന ഗാസയിൽ തണുപ്പുകൊണ്ട് മാത്രം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇതോടെ 5 ആയി. തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയാണ് മരണകാരണം. തണുപ്പിനെ എതിർക്കാനായി മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് ഹൈപ്പോതെർമിയ ഉണ്ടാകുന്നത്. മാസം തികയാതെ ജനിച്ച ഇരട്ടക്കുട്ടികളിലെ ഒരു കുട്ടിയാണ് തണുപ്പ് കാരണം ഇപ്പോൾ മരിച്ചത്. കുട്ടിയുടെ തല തണുത്ത് ഐസ് കട്ടി പോലെ ആയിരുന്നുവെന്നും ചൂട് നൽകാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. രണ്ടാമത്തെ കുട്ടിയും ഹൈപ്പോതെർമിയ ബാധിച്ച് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഗാസയിലെ ആശുപത്രികളിൽ പലതും ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്നതിനാൽ കുട്ടികളെയെല്ലാം ഇവിടെ ചികിത്സിക്കുന്നതും സാധ്യമല്ല. കഴിഞ്ഞ 15 മാസങ്ങളായി യുദ്ധം നടക്കുന്ന ഗാസയിൽ വെടിവെപ്പ് മൂലം വീടുകളും കെട്ടിടങ്ങളും തകർന്നതിനാൽ ടെന്റുകളിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത ഈ പാർപ്പിടങ്ങളിൽ പുതപ്പുകൾ പോലും ഇല്ലാതെയാണ് ആളുകൾ കഴിയുന്നത്. രാത്രിയിൽ താപനില പതിവായി 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുന്നതിനാൽ അപകട സാധ്യതയും ഏറുകയാണ്. ദിവസവും 5 മുതൽ 6 വരെ കുഞ്ഞുങ്ങളെയാണ് ഹൈപ്പോതെർമിയ കേസുകളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ ഭക്ഷണം, മരുന്നുകൾ, ശീതകാല അവശ്യ സാധനങ്ങൾ എന്നിവയെല്ലാം ഗാസയിൽ എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ്. തണുപ്പ് കൂടുമ്പോൾ പുതയ്ക്കാനുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ തടഞ്ഞിരിക്കുന്നത് അപകട സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്.